ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നബാർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നബാർഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. നബാർഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ജൂലൈ 12, 1982 ആണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. The initial share capital was 100 crore by 50:50 contribution of Government of India and RBI. അതായത് നബാർഡിൻ്റെ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ, നബാർഡ് തുടങ്ങുന്ന സമയത്ത് നബാർഡിൻ്റെ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 കോടി രൂപയായിരുന്നു. ഈ 100 കോടിയിൽ 50% എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരുന്നു. പിന്നീട് ബാക്കി 50% എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. നബാർഡ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1981. 1981 നബാർഡ് ആക്ട് വന്നിട്ടുള്ളത്. നബാർഡ് നിലവിൽ വന്നിട്ടുള്ളത് 1982 നബാർഡ് ആക്ട് വന്നിട്ടുള്ളത് 1981. നബാർഡ് ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ക്രാഫിക്കാഡ് കമ്മിറ്റി. ക്രാഫിക്കാഡ് മീൻസ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് ഫോം ചെയ്തത് നമ്മുടെ ക്രാഫിക്കാഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടാണ് നബാർഡ് ഫോം ചെയ്തത്. ക്രാഫിക്കാഡിൻ്റെ ഫുൾ ഫോമാണ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ചെയർമാൻ ഓഫ് ക്രാഫിക്കാഡ് കമ്മിറ്റി ബി ശിവരാമൻ ആയിരുന്നു ക്രാഫിക്കാഡ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ക്രാഫിക്കാഡ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോയിൻറ്റ് ചെയ്ത വർഷം മാർച്ച് 30, 1979. 13th March 1979 ക്രാഫിക്കാഡ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്രാഫിക്കാഡ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ജനുവരി 1981 ജനുവരിയിലാണ് ക്രാഫിക്കാഡ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ക്രാഫിക്കാഡ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് 1979 മാർച്ച് 30 അപ്പോയിൻറ്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ക്രാഫിക്കാഡ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ബി ശിവരാമനാണ്. ക്രാഫിക്കാഡ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ജനുവരി 1981. അതിനുശേഷമാണ് നമ്മളുടെ നബാർഡ് ആക്ട് വന്നതും 1981. പിന്നീട് നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. നബാർഡ് ഈസ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നബാർഡ് പൂർണ്ണമായും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ളതാണ്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസേർഡ് ബൈ നബാർഡ് ഈസ് ബേർഡ്. നബാർഡ് സ്പോൺസർ ചെയ്യുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബേർഡ് എന്ന് പറയുന്നത്. ബേർഡിൻ്റെ ഫുൾ ഫോം ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബേർഡ് എന്ന് പറയുന്നത്. ബേർഡിൻ്റെ ഫുൾ ഫോം ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇനി ബേർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലക്നൗവിലാണ്. ബേർഡ് നിലവിൽ വന്നത് 1984 നവംബറിലാണ് നമ്മുടെ ബേർഡ് നിലവിൽ വന്നത്. 1982 നബാർഡ് വന്നു. പിന്നീട് 1984 നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബേർഡും നിലവിൽ വന്നു. ബേർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലക്നൗവിലാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ നബാർഡ് ഇൻ 1998. 1998 നബാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഈസ് ബീയിങ് ക്രിയേറ്റഡ് ബൈ നബാർഡ്. നബാർഡ് ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ഫണ്ടാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. നബാർഡ് പ്രൊവൈഡ് റീഫിനാൻസ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻ റൂറൽ ഏരിയ ടു ഓഫർ ക്രോപ്പ് ലോൺ ടു ദി ഫാർമേഴ്സ്. അതായത് ക്രോപ്പ് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്സ്യൽ ബാങ്കിനെയും മറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളെയൊക്കെ റീഫിനാൻസ് ചെയ്യുന്നത് നബാർഡാണ്. നബാർഡാണ് ക്രോപ്പ് ലോണിന് റീഫിനാൻസ് ചെയ്യുന്നത് നബാർഡാണ്. ലോൺസ് ഗിവൺ ബൈ പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് വാസ് റീഫിനാൻസ്ഡ് ബൈ നബാർഡ്. പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റിക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി റീഫിനാൻസ് ചെയ്യുന്നത് നബാർഡാണ്. The chairman of NABARD is appointed by Government of India. ഇന്ത്യൻ ഗവൺമെൻറ്റാണ് നബാർഡിൻ്റെ ചെയർമാനിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്.
NABARD came into existence by merging the Agricultural Credit Department and Rural Planning and Credit Cell of the Reserve Bank of India and the entire undertaking of Agricultural Refinance and Development Corporation or ARDC. അതായത് RBIയുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെല്ലും മെർജ് ചെയ്തിട്ടാണ് നബാർഡ് ഉണ്ടാക്കിയത്. കൂടാതെ ARDCയുടെ അതായത് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നബാർഡ് ഏറ്റെടുക്കുകയും ചെയ്തു. വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് സുരഭി ഈസ് പ്രൊവൈഡഡ് ബൈ നബാർഡ്. നബാർഡാണ് സുരഭിക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. വ്യാസ കമ്മിറ്റി അഥവാ എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് അപ്പോയിൻറ്റഡ് ബൈ നബാർഡ് ഇൻ 2000. 2000 നബാർഡ് വ്യാസ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സബ്സിഡറീസ് ഓഫ് നബാർഡ് നോക്കാം. നാബ് കിസാൻ ഫിനാൻസ് ലിമിറ്റഡ്, നാബ് സമൃദ്ധി ഫിനാൻസ് ലിമിറ്റഡ്, നാബ് ഫൗണ്ടേഷൻ, നാബ് വെഞ്ചേഴ്സ് ലിമിറ്റഡ്, നാബ്കോൺസ്, നബാർഡ് കൺസൾട്ടൻസി സർവീസ്. ഇതാണ് സബ്സിഡറീസ് ഓഫ് നബാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗവൺമെൻറ് സ്കീം വിത്ത് നബാർഡ് പാർട്ട്ണർഷിപ്പ്, അതായത് നബാർഡിൻ്റെ പാർട്ട്ണർഷിപ്പോട് കൂടി നടത്തുന്ന ഗവൺമെൻറ് സ്കീംസാണ്. ഒന്നാമത് ഡയറി എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സ്കീം, കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഓഫ് ഓർഗാനിക് ഇൻപുട്ട്, അഗ്രി ക്ലിനിക് ആൻഡ് അഗ്രി ബിസിനസ് സെൻറ്റേഴ്സ് സ്കീം, GSS എൻഷുറിംഗ് എൻഡ് യൂസ് ഓഫ് സബ്സിഡി റിലീസ്ഡ്, ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം, ന്യൂ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ നബാർഡിൻ്റെ പാർട്ണർഷിപ്പോട് കൂടി ഗവൺമെൻറ് പുറത്തിറക്കിയ സ്കീംസ് എന്ന് പറയുന്നത്. നബാർഡ് ഈസ് മാനേജ്ഡ് ബൈ എ 15 മെമ്പർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നബാർഡ് മാനേജ് ചെയ്യുന്നത് 15 അംഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. NABARD has launched the self-help group bank linkage program SHG-BLP in 1992. 1992 നബാർഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം എന്നത് കൊണ്ടുവന്നിട്ടുള്ളത്.